കുറെ കാലങ്ങളായി ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ഇടമായിരുന്നു പാലക്കാട്. അവിടുത്തെ രഥോത്സവം കാണണമെന്നതാണ് പ്രധാന ആഗ്രഹം. അങ്ങനെ കൽപ്പാത്തി തേര് കാണാൻ ഞങ്ങൾ പോയ യാത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വർഷം എന്തായാലും പോകണമെന്ന് തീരുമാനിച്ചു. തേരിൻ്റെ 3-ാം ദിവസം ദേവസംഗമം കാണാനാണ് ഞങ്ങൾ പാലക്കാട് എത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും നവംബർ 15-ാം തീയതി രാത്രി 11:30-ക്കുള്ള KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ പാലക്കാട്ടേക്ക് തിരിച്ചത്. ഓവർനൈറ്റ് യാത്ര കഴിഞ്ഞ് രാവിലെ 6:45 പാലക്കാട് ബസ് സ്റ്റാൻഡിലെത്തി. രഥോത്സവ സമയത്ത് പാലക്കാട് റൂം കിട്ടാനാണ് ബുദ്ധിമുട്ട്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഡോർമെട്രി ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഞങ്ങൾക്കിവിടെ റൂം കിട്ടിയത്. ഒരു ബെഡിന് വെറും 120 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രഷപ്പിനാണെങ്കിൽ 30 രൂപയും ക്ലോക്ക് റൂമിനാണെങ്കിൽ 50 രൂപയുമാണ് ഇവിടുത്തെ റേറ്റ്. റൂമിൽ ബാഗ് വെച്ചിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉത്സവമായതുകൊണ്ടാകും ഒട്ടുമിക്ക കടകളും തുറന്നിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നും കൽപ്പാത്തിയിലേക്ക് ഓട്ടോയിലൊരു 10 മിനിറ്റ് യാത്രയുണ്ട്. 100 രൂപയാണ് ചാർജ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ നേരെ എത്തിയത് വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിലാണ്. അവിടെ ഒരു വലിയ തേര് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കുറച്ചു മുന്നിലായി മറ്റൊരു തേരും. ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി നേരെ തേരിനടുത്തേക്ക് പോയി. നമ്മൾ ചുമ്മാ നിന്നാൽ മതി, എല്ലാവരും തള്ളി മുന്നിലെത്തിക്കും. തിരക്കിനിടയിൽ എങ്ങനെയൊക്കെ തേരിൻ്റെ അടുത്തെത്തി. ക്രൗഡ് മാനേജ് ചെയ്യാൻ വോളണ്ടിയേഴ്സും പോലീസും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ തേരിൻ്റെ സൈഡിലായി സ്ഥാനം പിടിച്ചു. തേര് വലിയ വടം ഉപയോഗിച്ചാണ് മുന്നിൽ നിന്നും ആൾക്കാർ വലിക്കുന്നത്. പിറകിൽ നിന്നും തേര് തള്ളുന്നത് ഒരു കൊമ്പനായിരുന്നു. ഇടയ്ക്ക് വിശ്രമിച്ചും ജ്യൂസ് കുടിച്ചും പഴം കഴിച്ചും വളരെ ഹാപ്പിയായിട്ടാണ് അവൻ തേര് തള്ളുന്നത്. തേരിനൊപ്പം ഞങ്ങളും നീങ്ങി. ആ തിരക്കിനിടയിൽ വെച്ചാണ് ഞങ്ങൾ കുട്ടൻചേട്ടനെ പരിചയപ്പെടുന്നത്. കുട്ടൻചേട്ടൻ പാലക്കാട് എലിഫൻ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ചേട്ടനാണ് ദേവസംഗമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി എന്താ ഏട്ടാ പരിപാടി ഇവിടെ? ഇനിയിപ്പോ ബാക്കിയുള്ള തേരുകൾ വരും. അത് 7 മണിയാവും. രഥോത്സവത്തിൽ മെയിനായിട്ട് ഈ തേര് വലിക്കുന്നത് അല്ലേ? മെയിനായിട്ടുള്ള സംഗമമാണല്ലേ? ഓക്കെ. എവിടെ നിന്നൊക്കെയാ ഉള്ളത് അത്? അതായത് കുണ്ടമ്പലം ശിവൻ, കാശി വിശ്വനാഥൻ, മന്തക്കര ഗണപതി ക്ഷേത്രം, പെരുമാൾ ക്ഷേത്രം, പിന്നെ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം. ഓക്കെ. ഇവിടെ നിന്നൊക്കെയുള്ള തേരുണ്ട് സംഗമമാണ് അല്ലേ പരിപാടി? 3 ദിവസം അല്ലേ? 3 ദിവസം. രാത്രി അവസാനം 3 ദിവസം. തുലാമാസത്തിലെ അവസാനത്തെ 3 നവംബർ ഏകദേശം 14-15 ആയിട്ട് വരും, അല്ലെങ്കിൽ 12-13 ആയിട്ട് വരും. ഓരോ വർഷത്തിനനുസരിച്ച് മാറ്റം വരും. ഓക്കെ. ഇവിടെ മൊത്തം 6 തേരുകളാണുള്ളത്. രാത്രി 7 മണിയോടെ ദേവസംഗമ സ്ഥാനത്ത് എല്ലാ തേരുകളും എത്തിച്ചേർന്നു. അപ്പോഴേക്കും ഇടം വലം തിരിയാൻ സാധിക്കാത്ത വിധം ക്രൗഡായിരുന്നു.